കണ്ട കാഴ്ച നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോത്തുണ്ടിന്ന് വിളിച്ച് ഇന്നമാതിരി രണ്ടുപേര് വണ്ടി മറിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾ വേഗം വരണം പറഞ്ഞു. ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞാനും എൻ്റെ കൂടെയുള്ള തൊഴിലാളി ബൈക്കെടുത്ത് പോവുകയും അവിടെ പോയപ്പോൾ ഒരാൾ വിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സുധാരൻ പറയുന്ന ആൾ വിട്ടുകൊണ്ട് ദത്തായിട്ടുണ്ട്. അയാളെ ഞങ്ങൾ നോക്കിയില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ സുധാരേട്ടൻ്റെ അമ്മ പെടഞ്ഞു കിടക്കണ്ടായിരുന്നു, വിട്ടുകൊണ്ട് പെടഞ്ഞു കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു, വേഗം ആംബുലൻസിന് വിളിച്ചു. ആംബുലൻസിന് ആളിനെ കയറ്റി നേരെ നെന്മാറ ആശുപത്രി എത്തുന്ന മുന്നേ ആ അമ്മയും മരിച്ചു. ഡോക്ടർ നെന്മാറ ആശുപത്രിയിൽ സ്ഥിരീകരിച്ചു മരിച്ചു. വെച്ചാണ് ഈ വെട്ടിയത്? ബോയ് കോളനി വീട്ടിൽ വെച്ചിട്ടാണ്, വീട്ടിന് ഉമ്മർത്ത് വെച്ചിട്ടാണ്. എന്താണ് ഈ ഒരു കൊലപാതകത്തിന് കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അയാൾ സൈക്കോയാണ്. ഇയാള് പ്രത്യേകിച്ചുള്ള മാനസിക രോഗി പോലെയാണ്. ഇയാൾ കൂടെ ഇയാളുടെ ഫാമിലി മക്കൾ പോലും ഇല്ല. ഇരിക്കാൻ പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് മാറിയത്. ഇത്രകാലം ഇല്ല, ഒറ്റയ്ക്കാണ് ഇരിപ്പ്. നിലവിൽ ആ സമയത്ത് തന്നെ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. പോലീസിന് ഇതിന് മുന്നേ ഞമ്മ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രതിനെ ഇവിടെ ഇരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൽ കൊടുത്തു. നെന്മാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ നമുക്ക് പരാതി കൊടുത്താണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പ്രതി കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും പിടിക്കും. പ്രതി കടന്നു കളയാൻ പോരാ, അത്രയുള്ള സമയമായിട്ടില്ല. പ്രതിനെ എന്തായാലും പോലീസ് എന്തായാലും പിടിക്കും. അതിനുള്ള എല്ലാ കഴിവുകളും കേരള പോലീസിനുണ്ട്. അത് ഉറപ്പുണ്ട്. പ്രതിനെ എന്തായാലും പിടിക്കും. അത്തരത്തിലാണ് പറയുന്നത്. ഈ മീനാക്ഷിയുടെയും സുധാകരന്റെയും നാട്ടുകാർ വലിയ ഞെട്ടലിലാണ്. വീട്ടിന്റെ ഉമ്മറത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പക്ഷേ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഉടൻ തന്നെ ഇയാളെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ചന്താമര ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. ഇയാൾ പറ്റി നിരവധി പരാതികളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം, അതായത് അയൽവാസികൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഇപ്പോൾ നടന്നിട്ടുള്ളത്. വലിയ ഞെട്ടൽ അതിലുണ്ടാക്കിയിട്ടുണ്ട്. 2019 ഈ സുധാകരന്റെ ഭാര്യയെ ഈ ചന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോൾ പരോളിൽ വന്നിട്ടാണ് ഈ 2 കൊലപാതകങ്ങൾ കൂടെ നടത്തിയിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ക്യാമറ പേഴ്സൺ ശിശു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.